പാതിവില തട്ടിപ്പിൽ വ്യാപക റെയ്ഡുമായി ഇഡി. സംസ്ഥാനത്ത് 12 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. പ്രതി അനന്തു കൃഷ്ണൻ, NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസൻ എന്നിവരുടെ വീടുകളും ഫ്ളാറ്റും കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ്. കൊച്ചി കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ചും പരിശോധന നടത്തി. എറണാകുളം, ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരുന്നു ഇഡി റെയ്ഡ്. പുലർച്ചെ മുതൽ തന്നെ ഇഡി ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി പരിശോധനയ്ക്ക് എത്തിയിരുന്നു. എറണാകുളത്തെ 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നു. എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള അഡ്വക്കേറ്റ് ലാലി വിൻസന്റെ വീട്ടിൽ നടന്ന റെയ്ഡ് മണിക്കൂറുകൾ നീണ്ടുനിന്നു. കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരും കേസുമായി ബന്ധമുള്ളവർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കുകളിലെ പ്രതികളുമടക്കം 60ഓളം ഉദ്യോഗസ്ഥരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. NGO കോൺഫെഡറേഷന്റെ രാജീവനാഥ ചെയർമാൻ ആനന്ദകുമാറിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും ഓഫീസിലും ഇഡി സംഘം എത്തി. അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കോളപ്രയിലെ വീട്ടിലും ഓഫീസിലുമായിരുന്നു പരിശോധന. അനന്തു കൃഷ്ണൻ തട്ടിപ്പുകൾക്ക് തുടക്കം ഇടുക്കിയിലായിരുന്നു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റിന് അനന്തു കൃഷ്ണൻ 46 ലക്ഷം രൂപ കൈമാറിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ ലീഗൽ അഡ്വൈസറായിരുന്നു അഡ്വക്കേറ്റ് ലാലി വിൻസന്റ്. തട്ടിപ്പിലൂടെ സഹകരിച്ച പണമാണ് ലാലി വിൻസന്റെ കൈവശം എത്തിയതെന്നാണ് വിവിധ അന്വേഷണ സംഘങ്ങളുടെ കണ്ടെത്തൽ. 160 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായി ഇഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതിനൊപ്പം അനന്തു കൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലും ക്രൈംബ്രാഞ്ചും പരിശോധന നടത്തി. ജനം, കൊച്ചി.